നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനാണ്. നമ്മുടെ ഏത്തയ്ക്ക തോരൻ അല്ലെങ്കിൽ നേന്ത്രയ്ക്ക തോരൻ. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പക്ഷെ കുറച്ചു പേർക്ക്, നമ്മുടെ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ അത്രയ്ക്ക് അധികം അറിയാത്ത റെസിപ്പി ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ പച്ചക്ക കുക്കായി കിട്ടാൻ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേഗം തന്നെ കുക്കായി കിട്ടിക്കോളും. വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആയി പോവില്ല, ആ കുക്ക് ആവാതെ ഇരിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം തളിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തളിച്ചു കൊടുക്കാം. വെള്ളം തളിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ചെറിയ തിക്നെസ്സിൽ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പച്ചക്ക കുക്കായി കിട്ടിക്കോളും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്ക തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിതിപ്പോൾ അരച്ചിട്ട് തന്നെയാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അരയ്ക്കാതെയും തോരൻ വെക്കാം, പിന്നെ നമ്മൾ പച്ചക്ക വേവിച്ചിട്ട് തോരൻ വെക്കാം. അങ്ങനെ 2-3 രീതിയിൽ തോരൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കായിട്ട് 2 പച്ചക്ക എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കിലോ പച്ചക്ക ഉണ്ട്. അതിലേക്ക് 3 പച്ചമുളക്, 2 ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് വേപ്പില, പിന്നെ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ചില ആളുകൾക്ക് തോരനിൽ കൂടുതൽ തേങ്ങ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് കുറച്ച് തേങ്ങ ഇഷ്ടമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഏകദേശം ഈ ഒരു 1/4 കിലോ പച്ചക്കയ്ക്കാണെങ്കിൽ ഒരു 3/4 കപ്പ് വരെ തേങ്ങ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തിട്ടാണ് തോരനാക്കുന്നതെങ്കിൽ പച്ചക്ക കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ടല്ല തോരനാക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചക്കയുടെ ഈ ഒരു പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ തിക്കായിട്ടുള്ള പോർഷൻസ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു തിക്നെസ് ഉള്ള പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും പോർഷൻ റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ബാക്കി കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പച്ചക്ക കട്ട് ചെയ്തിടാനായിട്ട് ഞാനൊരു ചട്ടിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കയുടെ കറ വേഗം തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലേക്ക് പച്ചക്ക മുറിച്ച് ചേർക്കുന്നത്. അപ്പോൾ പല രീതിയിൽ മുറിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, വലിപ്പം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 1/4 മുറിച്ചു ഇതുപോലെ. ഇനി ചെറിയ കനത്തിൽ, അധികം കനം വേണ്ട. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഇത്രയും വലിപ്പമൊക്കെ ആയാലും കുഴപ്പമില്ല. കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മീൻസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ഇതെല്ലാം ചേർത്ത് ആവിയിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിപ്പം ഉണ്ടല്ലോ, അതുണ്ടോ, ഈ 2 പീസുകളും തമ്മിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിപ്പ വ്യത്യാസം. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. വെള്ളം ഒഴിച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് കട്ട് ചെയ്യാം. അത് നമ്മുടെ സൗകര്യം പോലെ, നമ്മളെങ്ങനെയാണോ എപ്പോഴും കട്ട് ചെയ്യുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് മുഴുവനും ഈ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇടട്ടെ. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പച്ചക്ക മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചേർക്കുന്നത് 2 വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിരുന്നത്, അതുപോലെ തന്നെ 2 ഉള്ളി, പിന്നെ ഞാനിതിലേക്ക് പച്ചമുളകാണ് മെയിനായിട്ട് ചേർക്കുന്നത്. മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് 3 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 തണ്ട് വേപ്പില, 3-4 ഇതൾ വേപ്പില. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ല വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഒരു കളറിന് വേണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് കേട്ടോ, ഇത് നല്ല ജീരകം. അപ്പോൾ നിങ്ങൾ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ടെങ്കിൽ ജീരകം പൊടിച്ചത് ചേർക്കാം, ഇല്ലെങ്കിൽ നല്ല ജീരകം ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുക, ഇത്ര മതി കേട്ടോ.
ഇനി നമുക്ക് ഈ പച്ചയ്ക്ക കഴുകിയെടുക്കണം. പച്ചയ്ക്ക കഴുകിയെടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്താലേ പച്ചക്കയുടെ കറ നന്നായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് നന്നായി കഴുകി ക്ലീൻ ആക്കി എടുക്കുക. പച്ചക്കയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ തോരൻ ചെയ്യുമ്പോൾ. പക്ഷേ കറ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഇപ്പോൾ നമ്മളിതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ പച്ചയ്ക്ക കഴുകി കഴിഞ്ഞിട്ടും ഞാൻ ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കളർ മാറിപ്പോവും. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. പച്ചയ്ക്ക കഴുകിയെടുത്താലും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു 2-3 ഉള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകിൻ്റെ കളറൊക്കെ വല്ലാതെ അങ്ങോട്ട് മാറണ്ട. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് നമ്മുടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ തോരൻ്റെ, ആ തോരൻ്റെ അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളറ് മാറണം മുളകിൻ്റെ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ മാറിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ കളർ മാറുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ റെഡിയാക്കി അരപ്പ് ചേർക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ ഈ അരപ്പ് ഒന്ന് കുക്കാവണം. ഒരു 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. അരപ്പിലേക്കും പച്ചക്കയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഈ ഒരു തോരനുണ്ടല്ലോ, നമ്മുടെ പച്ചയ്ക്ക തോരൻ നമ്മൾ ഈ നേന്ത്രക്കായിൽ തന്നെ ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മുടെ കായ ബജ്ജി ഉണ്ടാക്കുന്ന കായില്ലേ, എന്താ പറയുക, ആ കായിൽ ചെയ്യരുത് കേട്ടോ. ആ കായിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. കായുടെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇവിടെ പല രീതിയിലാണ് പറയുക. ചിലർ പടച്ചിക്കായ എന്ന് പറയും, ചിലർ പടറ്റിക്കായ എന്ന് പറയും. ഏതാണ് കറക്റ്റ് എന്ന് അറിയില്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ നേന്ത്രക്കായാണ് കായ് തോരൻ ചെയ്യാൻ ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ വാഴ ഒടിഞ്ഞു വീഴില്ലേ, വീട്ടിലുണ്ടാവുന്ന വാഴ ഒടിഞ്ഞു വീഴുമ്പോൾ അത് ഞാലിപ്പൂവൻ വാഴയൊക്കെയാണ്. ഒടിഞ്ഞു വീഴുമ്പോൾ ചെറിയ വാഴക്കുലയായിരിക്കും. ആ ഞാലിപ്പൂവൻ്റെ കായ ഉപയോഗിച്ചും ഇതുപോലെ തോരൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ചെയ്യാറുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. ഇനി വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയൊക്കെ ആ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരണം. പിന്നെ പച്ചയ്ക്ക ചേർക്കുമ്പോൾ സ്മെല്ലൊക്കെ മാറും. എങ്കിലും ആദ്യം ഈ അരപ്പൊന്ന് കുക്കായിട്ടാണ് നമ്മളിതിലേക്ക് പച്ചയ്ക്ക ചേർക്കുക. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കായ വേവിച്ചെടുക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് ഇളക്കിയിട്ട് അരപ്പും ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചയ്ക്ക ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ അരപ്പിൻ്റെ ആ റോ സ്മെല്ലും റോ ടേസ്റ്റും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് മാത്രം പച്ചയ്ക്ക ചേർക്കുക കേട്ടോ. അത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റി ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കഴിയുമ്പോൾ വെള്ളം മാക്സിമം പോയി കിട്ടും. അത് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. പച്ചയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്ക് ഈ പച്ചക്കയും കൂടി ചേർത്തിട്ട് ഇളക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടുക, ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ പച്ചക്കയിലുള്ള വെള്ളത്തിൻ്റെ നനവൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കുഴഞ്ഞു വരും. അതിന് ശേഷമാണ് ഇത് ഡ്രൈ ആവുള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിൻ്റെ ലിഡിൽ മുഴുവനും നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ്
കുക്ക് ചെയ്യേണ്ടത്. 1 മിനിറ്റ് മതി ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ പലരും കമൻസിൽ ചോദിക്കുന്നുണ്ട് മഴയുണ്ടോ ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ സാധാരണ നമ്മുടെ എല്ലാ ദിവസവും പോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് മഴ പെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും സേഫാണ്, എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അല്ലാതെ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മാത്രമേ വലിയ മഴയും വെള്ളപ്പൊക്കവും വെള്ളം നിൽക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കിഴക്ക് ഭാഗങ്ങളാണ്. ആലുവയിലേക്കും അതുപോലെ തന്നെ കോതമംഗലം ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ് വെള്ളം റോഡിലേക്ക് കയറുന്ന സാഹചര്യമൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെയൊന്നും വെള്ളം കയറുന്ന സാഹചര്യമില്ല. എല്ലാവരും ആസ് യൂഷ്വൽ അവരവരുടെ ജോലി ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് മഴ പെയ്യും. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്താ പച്ചയ്ക്ക് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടോ. ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് മുറിച്ചിട്ട് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ മുളക് പൊടി ചേർക്കരുത്, പച്ചമുളക് ചേർക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പും ഒരു പൊടിക്ക് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് ഉപ്പിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം തളിച്ചു കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഴഞ്ഞ് വേവുന്ന രീതിയിലല്ല ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മുറിഞ്ഞു വരുന്നുണ്ട്, കണ്ടോ. കുക്കായി കഴിഞ്ഞു പച്ചയ്ക്ക. ഇത്രയും കുക്കായാൽ മതി കേട്ടോ എൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പച്ചയ്ക്ക തോരൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തോരൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കണിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.